this class we will discuss about the syllabus of first semester BSc Complementary Mathematics. അപ്പോൾ BSc Computer Science Chemistry അതുപോലെ Physics സ്റ്റുഡൻറ്റിൻ്റെ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കോഡ് ഇതാണ് MTS1C01 മാത്തമാറ്റിക്സ് 1, അതാണ് സബ്ജക്റ്റ്. അപ്പോൾ 3 ക്രെഡിറ്റിൻ്റെ സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുകയാണെങ്കിൽ 3 ക്രെഡിറ്റ് ആണുള്ളത്. നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റിനൊക്കെ 4 ക്രെഡിറ്റ് ഒക്കെയാണ് ഉണ്ടാവാറ്. അപ്പോൾ അത് ടോട്ടൽ 75 മാർക്കിലാണ് ടോട്ടല് ഈ സബ്ജക്റ്റ് ഉണ്ടാവുക. അതിൽ 15 മാർക്കിന് ഇന്റേണലും 60 മാർക്കിന് എക്സ്റ്റേണൽ എക്സാമും. അപ്പം എക്സ്റ്റേണൽ എക്സാം 60 മാർക്കാണ്, അതുപോലെ ഇന്റേണലിന് 15 മാർക്കാണ്. അപ്പം ഇന്റേണലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ക്ലാസ് പെർഫോമൻസ് അല്ലെങ്കിൽ അറ്റൻഡൻസ്. സെക്കൻഡ് വൺ assignment works and seminar works. Third one internal exam. 2 internal exam ആണ് ഉണ്ടാവുക. അപ്പോൾ ആ 2 internal examന്റെ മാർക്കും അതിൻ്റെ ആവറേജ് ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ അത് എല്ലാം കൂടെ കൂട്ടി നമ്മൾ 15ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റേണൽ എടുക്കുക. അപ്പോൾ ഇതിന് എല്ലാത്തിനും സെയിം മാർക്കാണുള്ളത്. ഇന്റേണൽ എക്സാമിന് 2 കൂടെ കൂടി 5 മാർക്ക്, അതുപോലെ സെമിനാർ അസൈൻമെന്റ് 2 കൂടെ കൂടി 5 മാർക്ക്, പിന്നെ അറ്റൻഡൻസ് അതുപോലെ ക്ലാസ് പെർഫോമൻസ് പങ്ക്ച്വാലിറ്റി അതൊക്കെ നോക്കി 5 മാർക്ക്. അങ്ങനെയാണ് നമ്മൾ ഇന്റേണൽ നോക്കുക. ഇനി അടുത്ത് 60 മാർക്ക് എക്സ്റ്റേണൽ. നമ്മൾ എക്സ്റ്റേണൽ എക്സാം 60 മാർക്കിലാണ്, 2 hour എക്സാമാണ് ഉണ്ടാവുക. അപ്പൊ ഇത് 2019 നിങ്ങളുടെ സിലബസ് ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പൊ അത് ഇത്തിരിയും കൂടെ ചേഞ്ച് ചെയ്തിട്ട് 2020 പുതിയ സിലബസ് ആക്കിയിട്ട് അത് ഇറക്കിയിട്ടുണ്ട്. 2019 സിലബസിൽ നിന്ന് കുറച്ച് ടോപ്പിക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 ടെക്സ്റ്റുകളാണുള്ളത്. ഓതർ രണ്ടും സെയിം ആണ്. 2 ടെക്സ്റ്റുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് കാൽക്കുലസ് 1 സെക്കൻഡ് എഡിഷൻ, ജെറോൾഡ് മാർസൺ ആൻഡ് അലൻ വേസ്റ്റേന്റെ കാൽക്കുലസ് 1 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ആണ് ഫസ്റ്റത്തെ ടെക്സ്റ്റ്. സെക്കൻഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് കാൽക്കുലസ് 2 സെക്കൻഡ് എഡിഷൻ, സെയിം ഓതർ തന്നെയാണ്. അപ്പോൾ ഈ 2 ടെക്സ്റ്റുകളിൽ നിന്ന് സെലക്ട് ചെയ്ത ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അതിൽ ടോട്ടൽ 4 മോഡ്യൂൾസ് ആണ് പഠിക്കാനുള്ളത്. 4 മോഡ്യൂൾസ് ആണ് ടോട്ടലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആഴ്ചയിൽ 4 hours ആണ് ഉണ്ടാവുക. അപ്പം 4 മോഡ്യൂൾസ് നമുക്ക് ടോട്ടലായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് അതിൽ മെയിൻ ആയിട്ട് 6 ടോപ്പിക്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് മോഡ്യൂളിൽ 6 ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ പഠിക്കാനുള്ളത് ഡെറിവേറ്റീവ്സ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, അതുപോലെ ഇന്റഗ്രേഷൻ, അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഡെറിവേറ്റീവ്സ് അതുപോലെ ഡിഫറൻസിയേഷൻ റൂൾസ് ഒക്കെ ഓർത്തിരിക്കണം, അതുപോലെ ഇന്റഗ്രേഷൻ റൂൾസ് ഓർത്തിരിക്കണം. അതെല്ലാം നമ്മൾ +2 നല്ലപോലെ ഓർത്തിരിക്കും. പിന്നെ ലിമിറ്റ്, കണ്ടിന്യൂറ്റി അതൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡെറിവേറ്റീവിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷനകത്ത് നമ്മള് ഡെറിവേറ്റീവ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ്, എക്സാമ്പിൾ ആയിട്ട് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ, പിന്നെ സിംപ്ലസ്റ്റ് ഫംഗ്ഷന്റെ ഡിഫറൻഷിയേറ്റിംഗ് റൂൾസുകൾ അതൊക്കെയാണ്. അടുത്ത സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റ്സും കണ്ടിന്യൂറ്റിയും ഒക്കെ. അപ്പൊ ലിമിറ്റ്സില് നോഷൻ ഓഫ് ലിമിറ്റ്, അതിന്റെ ബേസിക് പ്രോപ്പർട്ടീസ്, പിന്നെ ഡിറൈവ്ഡ് പ്രോപ്പർട്ടീസ് അതൊക്കെയാണ് ലിമിറ്റിൽ പഠിക്കാനുള്ളത്. പിന്നെ കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ ഫങ്ഷൻസ്, അതുപോലെ 1 sided ലിമിറ്റ്, പിന്നെ ലിമിറ്റ് ഇൻവോൾവിംഗ് +∞ and -∞.
ഇത്രയാണ് ഈ സെക്കൻഡ് ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്, സെക്കൻഡ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത തേർഡ് സെക്ഷൻ ദ ഡെറിവേറ്റീവ് ആസ് ലിമിറ്റ്. അപ്പൊ നമ്മൾ ഇപ്പൊ ലിമിറ്റും ഡെറിവേറ്റീവ് എന്താന്ന് പഠിച്ചു. അപ്പൊ ഡെറിവേറ്റീവിനെ നമ്മൾ ലിമിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ഫോർമൽ ഡെഫിനിഷൻസ്, എക്സാമ്പിൾസ്, അതുപോലെ ഡിഫറൻഷ്യബിലിറ്റി, കണ്ടിന്യൂറ്റി, ലെബ്നീസ് നൊട്ടേഷൻ, ഡിഫറൻഷിയേറ്റിംഗ് പോളിനോമിയൽസ്, ഇതൊക്കെ തന്നെ. ഇനി അടുത്തത് ഫോർത്ത് ടോപ്പിക്ക് ഡിഫറൻഷിയേറ്റിംഗ് പോളിനോമിയൽസ്. അപ്പൊ അതില് നമ്മൾ റൂൾസുകളാണ്, ഡിഫറൻഷിയേറ്റിങ്ങിന്റെ റൂളുകളാണ്, പവർ റൂൾ, സം റൂൾ, അതുപോലെ കുറച്ച് റൂളുകളുണ്ട്. അതൊക്കെയാണ് ഇതിൽ ഫോർത്ത് സെക്ഷനിൽ പഠിക്കേണ്ടത്. ഇനി ഫിഫ്ത്ത് സെക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആൻഡ് കോഷ്യൻസ്. അപ്പോൾ പ്രൊഡക്റ്റ്, കോഷ്യൻസ്, അതുപോലെ റെസിപ്രോക്കൽ, ഇന്റഗ്രൽ പവർ, ആ റൂളുകളൊക്കെയാണ് ഫിഫ്ത്ത് സെഷനിൽ പഠിക്കാനുള്ളത്. ഇനി ലാസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ ഈ മോഡ്യൂളിലെ ലാസ്റ്റ് സെഷൻ ലീനിയർ അപ്രോക്സിമേഷൻ ആൻഡ് ടാൻജന്റ് ലൈൻസ്. അപ്പോൾ ഇതില് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ, അതുപോലെ ലീനിയർ അപ്രോക്സിമേഷൻ, അതിനെ കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസും ഡെറിവേറ്റീവ്സിന്റെ ഇൻട്രൊഡക്ഷൻ, ഡിഫറൻഷ്യബിലിറ്റി, കണ്ടിന്യൂറ്റി, അതിന്റെ റൂൾസുകൾ, അതൊക്കെയാണ് ഫസ്റ്റ് മോഡ്യൂള്. അപ്പൊ ഏകദേശം ഒരു 14-15 hours കൊണ്ട് നമുക്ക് ഈ മോഡ്യൂള് തീർക്കാനായിട്ട് ശ്രമിക്കാം. അത്ര അവേഴ്സ് മതി ശരിക്കും. അപ്പൊ അതിനനുസരിച്ച് പ്രോബ്ലംസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളെ ടെക്സ്റ്റിലുള്ള എക്സസൈസ് പ്രോബ്ലംസ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതൽ നമുക്ക് ആ ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി സെക്കൻഡ് മോഡ്യൂൾ എന്താ നോക്കാം. സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതിലും കൂടെ ചെറുതായിട്ടുള്ളൊരു മോഡ്യൂളാണ്. അതെന്താ നോക്കാം, അതിലെ ടോപ്പിക്കുകൾ എന്തൊക്കെയാ നോക്കാം. അപ്പൊ മൊഡ്യൂൾ 2 നമ്മൾ ടോട്ടലായിട്ട് 5 സെക്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇത് മെയിൻ ടെക്സ്റ്റിലെ സെക്ഷൻസ് ആണ് പറയുന്നത്. 2.1, 2.2, 2.3, 2.4, 2.5 മെയിൻ ടെക്സ്റ്റിൽ കാൽക്കുലസ് 1, കാൽക്കുലസ് 2 എന്ന് പറഞ്ഞ ടെക്സ്റ്റിലെ ഈ സെക്ഷൻസ് ആണുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്. നമ്മൾ ഡെറിവേറ്റീവിനെ പറ്റി ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു. അപ്പൊ സെക്കൻഡ് മൊഡ്യൂളിലാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്, അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ചിനെ കുറിച്ച് പറയും. അതില് ലീനിയർ ചേഞ്ച് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ചേഞ്ച്, അതൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ അടുത്തത് ചെയിൻ റൂള്. ചെയിൻ റൂള് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും +2. അപ്പോൾ അതില് 2-3 റൂൾസ് ഉണ്ട് ചെയിൻ റൂളിൽ തന്നെ. പവർ ഓഫ് എ ഫംഗ്ഷൻ റൂള്, അതുപോലെ ചെയിൻ റൂള്, അതൊക്കെയാണ് ചെയിൻ റൂളിലുള്ള ഒരു 3-4 റൂൾസുകൾ. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് 2.3 ഫ്രാക്ഷണൽ പവർ ആൻഡ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. അതില് റാഷണൽ പവർ ഓഫ് എ ഫംഗ്ഷൻ റൂള്, കുറച്ച് റൂൾസ് ആണ് ഈ മൊഡ്യൂളിലുള്ളത്. പിന്നെ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്താണ് ആണ് പിന്നെ ഈ സെക്ഷനിലുള്ളത്. അടുത്ത ഫോർത്ത് സെക്ഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് റേറ്റ്സ് ആൻഡ് പാരാമെട്രിക് കർവ്സ്. നമ്മൾ കർവിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ, അതാണ് ഫോർത്ത് സെക്ഷനിലുള്ളത്. പിന്നെ ഇതില് പ്രോബ്ലംസ് ഇൻവോൾവിംഗ് റിലേറ്റഡ് റേറ്റ്സ്. റിലേറ്റഡ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാനുള്ള ഒരു പുതിയൊരു ടോപ്പിക്കാണ്. നിങ്ങൾ +2 ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ഈ ഡിഫറൻസിയേഷനും അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. പിന്നെ ലാസ്റ്റ് ഇതിൽ പഠിക്കുന്ന ആന്റി ഡെറിവേറ്റീവ്സ്. നമ്മൾ ആന്റി ഡെറിവേറ്റീവ്സിനെ നമ്മൾ ഇന്റഗ്രേഷൻ ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യാറ്. അപ്പൊ ആ ആന്റി ഡെറിവേറ്റീവ്സ് പറയുന്നു. അതിൽ ആന്റി ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. ആന്റി ഡിഫറൻസിയേഷനും ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലും തമ്മിലുള്ള റിലേഷൻ എന്താണ്, പിന്നെ അതിന്റെ കുറച്ച് റൂൾസുകൾ. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷന്റെ റൂൾസ് നമ്മൾ ആന്റി ഡെറിവേറ്റീവിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആന്റി ഡെറിവേറ്റീവ് ആണ് ഇന്റഗ്രേഷന് മുന്നേ നമ്മൾ പഠിക്കേണ്ടത്.
അപ്പൊ ഇത്രയാണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ 5 ടോപ്പിക്സേ ഉള്ളൂ. അത് ഇത്തിരി ചെറിയ മോഡ്യൂളാണ്. ഒരു 13-14 hours കൊണ്ടൊക്കെ അത് നമുക്ക് തീർക്കാം സ്പീഡിൽ പോവുകയാണെങ്കിൽ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത്, അതിൽ ടോട്ടല് 7 ടോപ്പിക്സ് ഉണ്ട്. തേർഡ് മോഡ്യൂളിൽ 7 ടോപ്പിക്സ് ആണുള്ളത്. അപ്പൊ അതില് ഫസ്റ്റ് കണ്ടിന്യൂറ്റി എന്താണെന്ന് പഠിക്കാനുള്ളത് ഫസ്റ്റ് ടോപ്പിക്കില്. പിന്നെ അതിലൊരു തിയറം ഉണ്ട്, IVT എന്ന് എഴുതിയിരിക്കുന്ന ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം. IVT ഷോർട്ട് ആയിട്ട് എഴുതും. അപ്പൊ അതാണ് ഫസ്റ്റ് ടോപ്പിക്. ഇത് ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. നമുക്ക് ഇത്തിരി കൂടെ ഫസ്റ്റ് മോഡ്യൂളിനേക്കാളും സെക്കൻഡ് മോഡ്യൂളിനേക്കാളും നമുക്ക് ഇത്തിരി മനസ്സിലാക്കാൻ എളുപ്പമാണ്, ഇമ്പോർട്ടന്റുമാണ്. അപ്പോൾ ഇതില് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേർഷൻ ഉണ്ട്. ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിന്റെ ഫസ്റ്റ് വേർഷനും സെക്കൻഡ് വേർഷനും ഉണ്ട്. പിന്നെ നമുക്കറിയാം അടുത്തത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. ഇതൊക്കെ നമ്മൾ +2 പഠിച്ചിട്ടുള്ളതാണ്. ഇൻക്രീസിങ് ഡിക്രീസിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഒരു ഓർമ്മ. അതുപോലെ അതാണ് സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത്. അതില് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നൊക്കെ അറിയാനുള്ള ടെസ്റ്റുകളുണ്ട്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ ക്രിട്ടിക്കൽ പോയിന്റ് ടെസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ അടുത്തതിൽ വരുന്നു. അടുത്ത സെക്ഷനിൽ സെക്കൻഡ് ഡെറിവേറ്റീവും കോൺകേവിറ്റി. അപ്പോ ഇവിടെ നമ്മള് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വരുന്നുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോക്കൽ മാക്സിമ മിനിമ അതൊക്കെ അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. ലോക്കൽ മാക്സിമ അതുപോലെ മിനിമ കോൺകേവിറ്റി ഒക്കെ അറിയാൻ വേണ്ടിയുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. പിന്നെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ പോയിന്റുകൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്. ഇനി ഫോർത്ത് ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രോയിങ് ഓഫ് ഗ്രാഫ് വരയ്ക്കാൻ. നമ്മൾ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാല് ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ അതിന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യും. ആ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണും, ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണും, കോൺകേവിറ്റി, ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് വേണം നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കാനായിട്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഇതില് ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഗ്രാഫ് വരയ്ക്കാനാണ്. ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അതിന് മുന്നേ പഠിക്കുന്നത്. പിന്നെ നമ്മൾ മാക്സിമം മിനിമം പ്രോബ്ലംസ് പഠിക്കും. അപ്പൊ ഒരു മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓൺ ഇന്റർവെൽസ്. ഒരു ഇന്റർവെല്ലില് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ, പിന്നെ അതിനൊരു തിയറം ഉണ്ട്, എക്സ്ട്രീം വാല്യൂ തിയറം. പിന്നെ ക്ലോസ്ഡ് ഇന്റർവെൽ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് ടെസ്റ്റുകളുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യും. പിന്നെ ലാസ്റ്റ് 3.6 ടോപ്പിക് മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അതിന്റെ കുറച്ച് വേർഷൻസ് ഉണ്ട്. മീൻ വാല്യൂ തിയറത്തിന്റെ കുറച്ച് കോൺസിക്വൻസ് ഉണ്ട്. അതില് റോൾസ് തിയറം വരുന്നുണ്ട്. 2-3 റോൾസ് തിയറം മീൻ വാല്യൂ തിയറം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. ഒന്ന് റോൾസ് തിയറം, ഒന്ന് ഹോഴ്സ് റേസ് തിയറം. ഇത്രയാണ് ഈ സെക്ഷനിലുള്ളത്. പിന്നെ നമ്മുടെ ഈ ടെക്സ്റ്റിലെ തന്നെ 11.2 എന്ന് പറഞ്ഞ സെക്ഷനും നമ്മൾ ഈ മൊഡ്യൂളിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അല്ലെങ്കിൽ നമ്മൾ ലോപിത്താൾ റൂൾ, അങ്ങനെ പല രീതിയിൽ നമ്മൾ വിളിക്കും. ഇതൊരു സയന്റിസ്റ്റിന്റെ പേരാണ്. നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ റൂൾ യൂസ് ചെയ്യുക. അപ്പൊ അതിന് 2 വേർഷൻ ഉണ്ട്. ആ 2 വേർഷനും നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ മാർഗമാണ് ഈ റൂള്. അപ്പൊ ചില ഫങ്ഷൻസ് ഒക്കെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളതുണ്ടാവും. അത് ഈ മെത്തേഡ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പൊ ഈ ലാസ്റ്റ് മൊഡ്യൂളിലെ സെക്ഷൻസ് എന്തൊക്കെയാ നോക്കാം. ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫോർത്ത് മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് 8 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതലുള്ളത് ഫോർത്ത് മൊഡ്യൂളിലാണ്.
കഴിഞ്ഞ മൊഡ്യൂൾ തേർഡ് മൊഡ്യൂൾ ഏകദേശം 18 hours കൊണ്ടൊക്കെ തീരും. ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് 19 hours ആണ് ഏകദേശം. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് സമ്മേഷൻ എന്താണ്. അപ്പൊ സമ്മേഷൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇന്റഗ്രൽസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് സമ്മേഷൻ പറയുന്നത്. അപ്പൊ സമ്മും ഏരിയയും അതാണ് അടുത്ത ടോപ്പിക്കിൽ വരുന്നത്. 4.2 സമ്മും ഏരിയയും തമ്മിലുള്ള റിലേഷൻ. പിന്നെ നമ്മള് ഏരിയയിൽ നിന്ന് എങ്ങനെ ഇന്റഗ്രൽ ഉണ്ടാവുന്നു നമുക്കറിയാം. അത് +2 ഏകദേശം കണ്ടിട്ടുണ്ട് കുറച്ച്. അപ്പൊ അതാണ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. ഇന്റഗ്രൽസിന്റെ ഡെഫിനിഷൻ ഓഫ് ഇന്റഗ്രൽസ്. പിന്നെ ഇന്റഗ്രൽസിന്റെ ഒരു തിയറം ഉണ്ട് കാൽക്കുലസിൽ, ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്റഗ്രലും ഡെറിവേറ്റീവും ഓപ്പോസിറ്റ് ആണ് അല്ലെ, രണ്ടും കൂടി എടുക്കുമ്പോൾ ക്യാൻസൽ ആയി പോവും എന്ന് നമുക്ക് തോന്നല് വരാം. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറമാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. പിന്നെ ഫിഫ്ത്ത് ടോപ്പിക് എന്ന് പറയുന്നത് 4.5 ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇന്റഗ്രൽ രണ്ട് തരത്തിലുണ്ട്. നമ്മളൊന്ന് ലിമിറ്റ് കൊടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതും അതുപോലെ ലിമിറ്റ് കൊടുക്കാതെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതും. അപ്പൊ അതിന് ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ് എന്നൊക്കെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ ഇന്റഗ്രൽസിന്റെ ആപ്ലിക്കേഷനുകളാണ് ബാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ അതില് ആപ്ലിക്കേഷനിൽ ഫസ്റ്റത്തെ വോളിയം കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡുകൾ മെയിൻ ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഇവിടെ സ്ലൈസ് മെത്തേഡാണ് ഇവിടെ പഠിക്കുന്നത്. വോളിയം കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതിപ്പോ നിങ്ങൾക്ക് ഈ സെമ്മില് പഠിക്കാനില്ല. പിന്നെ അടുത്തത് ആവറേജ് വാല്യൂ, അതുപോലെ മീൻ വാല്യൂ തിയറം നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ കണ്ടു. ഡെറിവേറ്റീവ്സിന്റെ മീൻ വാല്യൂ തിയറം ഉണ്ട്, അതുപോലെ ഇന്റഗ്രൽസിനും മീൻ വാല്യൂ തിയറം ഉണ്ട്. മറ്റേ മീൻ വാല്യൂ തിയറം നമ്മൾ ജസ്റ്റ് മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെറിവേറ്റീവ്സിന്റെ മീൻ വാല്യൂ തിയറം ആണ് പറയുക. അപ്പൊ ഈ ഇന്റഗ്രൽസിന്റെ മീൻ വാല്യൂ തിയറം ആണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയും മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽസ്. അപ്പോൾ ആവറേജ് വാല്യൂ, മീൻ വാല്യൂ തിയറം. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. ഇതിന്റെ ബാക്കി ആപ്ലിക്കേഷൻ നമ്മൾ ഇനി വരുന്ന സെമസ്റ്ററിൽ, സെക്കൻഡ് സെമസ്റ്ററിലാണോ തേർഡ് സെമസ്റ്ററിലാണോ എനിക്ക് ഓർമ്മയില്ല, നമ്മള് ബാക്കി ഇതിന്റെ ആപ്ലിക്കേഷൻസ് പഠിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിലിവിടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഈ ടെക്സ്റ്റ് കാൽക്കുലസ് 1 എന്ന് പറഞ്ഞ ടെക്സ്റ്റും അതുപോലെ കാൽക്കുലസ് 2 എന്ന് പറയുന്ന ടെക്സ്റ്റും അല്ലാതെ കാൽക്കുലസിന്റെ പല ടെക്സ്റ്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്കിത് പഠിക്കാം. അപ്പം 2-3 ടെക്സ്റ്റുകൾ കൂടെ ഉണ്ട്. ഗിൽബർട്ട് സ്ട്രാങ്ങിന്റെ കാൽക്കുലസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ റോൺ ലാർസന്റെ കാൽക്കുലസ് 11th എഡിഷൻ. ഇത്രയും ടെക്സ്റ്റുകളൊക്കെ നമ്മൾ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 6 ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് കാൽക്കുലസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് തന്നെയാണ് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത്. അതില് ഒത്തിരി എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഞാനിവിടെ ക്ലാസ് എടുക്കുക. കുറെയൊക്കെ ആ ടെക്സ്റ്റ് തന്നെയായിരിക്കും. എക്സസൈസ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അടുത്ത സെഷൻ തൊട്ട് നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ വെച്ചിട്ട് നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം.